സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ ആശങ്കയാവുകയാണ്. എറണാകുളം, മലപ്പുറവും ഉൾപ്പെടെ 12 മഞ്ഞപ്പിത്ത വ്യാപനം സ്ഥിരീകരിച്ചു ആരോഗ്യവകുപ്പ്. 10 പേർക്ക് വെസ്റ്റ് നൈൽ പനി ബാധിച്ചിട്ടുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച മലപ്പുറം സ്വദേശിയായ കുട്ടിയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയില്ല. നാളെയും മറ്റന്നാളുമായി സംസ്ഥാന വ്യാപക ശുചീകരണ യജ്ഞം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. എറണാകുളത്തും മലപ്പുറത്തും പ്രതിദിനം മഞ്ഞപ്പിത്ത ബാധിതരുടെ എണ്ണം കൂടുകയാണ്. എറണാകുളത്ത് വേങ്ങൂരിന് പിന്നാലെ കളമശ്ശേരി നഗരസഭയിലും രോഗം പടരുന്നു. 28 പേർക്കാണ് ഒരാഴ്ചക്കിടെ രോഗം സ്ഥിരീകരിച്ചത്. വൃത്തിഹീന സാഹചര്യം കണക്കിലെടുത്ത് നഗരസഭാ പരിധിയിലെ 5 ഭക്ഷണശാലകൾ പൂട്ടാൻ നിർദ്ദേശം നൽകി. വേങ്ങൂരിൽ 180 പേർക്കാണ് അസുഖം സ്ഥിരീകരിച്ചത്. സ്ഥിതി നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി. ഇപ്പോൾ സംസ്ഥാനത്ത് 12 ഇടങ്ങളിലാണ് ഔട്ട്ബ്രേക്ക് ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശുചിത്വമാണ്. വ്യക്തി ശുചിത്വം, അതോടൊപ്പം തന്നെ വീടുകളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 10 പേർക്കാണ് സംസ്ഥാനത്ത് വെസ്റ്റ് നൈൽ സ്ഥിരീകരിച്ചത്. കോഴിക്കോട് മരിച്ച 13 വയസ്സുകാരിക്കും വെസ്റ്റ് നൈൽ ബാധിച്ചിരുന്നു. എന്നാൽ മരണകാരണം ഇത് തന്നെയാണോ എന്ന് പൂനെയിൽ നിന്നുള്ള പരിശോധനാ ഫലം വന്ന ശേഷമേ സ്ഥിരീകരിക്കൂ. മലപ്പുറത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച കുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. മരുന്നുകളോട് കുട്ടി പ്രതികരിക്കുന്നില്ല. ഗുണപ്രദമായ മരുന്ന് വിദേശത്ത് നിന്നെത്തിക്കാനുള്ള ശ്രമം ആരോഗ്യവകുപ്പ് തുടരുകയാണ്. സാഹചര്യം മെഡിക്കൽ ബോർഡ് വിലയിരുത്തുന്നുണ്ടെന്നും ആരോഗ്യമന്ത്രി. ഒരു കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയിലാണ് അല്പം സീരിയസ് ആയിട്ടുള്ളത്. വെന്റിലേറ്റർ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഉള്ളത്. സാധ്യമായിട്ടുള്ള എല്ലാ മരുന്നുകളും നൽകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഓരോ രാവിലെയും വൈകിട്ടും എന്നുള്ള നിലയിൽ മെഡിക്കൽ ബോർഡ് തന്നെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നുണ്ട്. പകർച്ചവ്യാധി വ്യാപനം തടയാൻ നാളെയും മറ്റന്നാളും വ്യാപകമായ ശുചീകരണ യജ്ഞം നടത്തും. അവബോധ പ്രവർത്തനങ്ങളും ആരോഗ്യവകുപ്പ് നടത്തിവരുന്നുണ്ട്. ശുചീകരണം കൃത്യമായി നടന്നില്ലെങ്കിൽ ഡെങ്കിപ്പനി, എലിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികളും വ്യാപിച്ചേക്കുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. 24 തിരുവനന്തപുരം.